ഇല്ല, ഭർത്താവിനോട് തെറ്റിലാണോ, ഭാര്യയോട് പിണക്കത്തിലാണോ, നിസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയൂല. നബി തങ്ങൾ പറഞ്ഞു, അഖറബുക്കും മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകള് അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളെ കൂട്ടത്തിൽ കുറെ നിസ്കരിക്കുന്നവര് എന്നല്ല, കുറെ സ്വലാത്തിൽ നിന്നവര് എന്നല്ല, മറിച്ച് ആ സ്വലാത്ത് ചൊല്ലിയതിന്റെയും നിസ്കരിച്ചതിന്റെയും ഗുണമായ സൽസ്വഭാവം ഉള്ളവർ. സൽസ്വഭാവമുണ്ടോ എന്നാ നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അർത്ഥം, നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അർത്ഥം. റമദാനിൽ 30 നോമ്പ് നോറ്റു, റമദാനിൽ 30 തറാവീഹും നിസ്കരിച്ചു, റമദാനിൽ ചുരുങ്ങിയത് 3 വിത്റും മുടങ്ങാതെ നിസ്കരിച്ചു, 1 2 3 ഖത്മുകൾ തീർത്തു. പക്ഷേ ഭാര്യയോട് മിണ്ടാട്ടമില്ല, ഭാര്യയോട് സംസാരമില്ല, അവളോട് വലിയ തെറ്റിലാണ്, അല്ലെങ്കിൽ ഭർത്താവിനോട് വലിയ തെറ്റിലാണ്, ഉമ്മ ബാപ്പമാരോട് പിണക്കത്തിലാണ്, അയൽവാസികളോട് തെറ്റിലാണ്. ഈ 30 ദിവസം നോമ്പ് നോറ്റത് അല്ലാഹു സ്വീകരിക്കുമോ? 30 ദിവസം നോമ്പ് നോറ്റത് അല്ലാഹു കബൂലാക്കുമോ? 30 ദിവസം തറാവീഹ് നിസ്കരിച്ചത് അല്ലാഹു സ്വീകരിക്കുമോ? നിങ്ങൾ ഖത്മു തീർത്തത് അല്ലാഹു സ്വീകരിക്കുമോ? അസ്ഖല ശൈഇൻ ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ള അമല്, അത് ഏറ്റവും ഭാരമുള്ള അമല് ഹുസ്നുൽ ഖുലുഖാണ്, സൽ സ്വഭാവമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടൊരു ചോദ്യം, നബിയേ, നാളെ സ്വർഗ്ഗത്തിലെ ആളുകളെ, സ്വർഗ്ഗത്തിലെത്തിക്കുന്ന കൂടുതൽ ആളുകളെയും സ്വർഗ്ഗത്തിലെത്തിക്കുന്ന അമല് ഏതാണ് നബിയേ? തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖി. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തേത് സൽ സ്വഭാവമാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഭാര്യയോട്, മക്കളോട്, ബാപ്പയോട്, ഉമ്മയോട്, സഹപാഠികളോട്, കൂട്ടുകാരോട്, അയൽവാസികളോട്, നാട്ടുകാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക തന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതാണ് തഖ്വ, അതാണ് തഖ്വ. കുറവുകൾ അത് പറഞ്ഞടക്കലല്ല തഖ്വ, കുറവുകൾ നികത്തലാണ് തഖ്വ, പരിഹരിക്കലാണ് തഖ്വ. സൽ സ്വഭാവമുള്ളവർക്കേ നാളെ ആഖിറത്തിൽ വിജയമുള്ളൂ. അതുകൊണ്ട് ആ കുഞ്ഞു ഹൃദയം, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ കുഞ്ഞു ഹൃദയം നന്നായോ അതിൽ അസൂയയില്ല, കിബറില്ല, ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല, എല്ലാവരോടും മഹബ്ബത്താണ് എങ്കിൽ സ്വലഹൽ ജസദു കുല്ലുഹു, അവന്റെ അവയവങ്ങളെല്ലാം നന്നായി പോയി, എല്ലാ അവയവങ്ങളും നന്നായി പോയി. ആലോചിച്ച് നോക്ക്, നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. ചീത്ത സ്വഭാവമാണെങ്കിൽ അവൻ എത്ര ഇബാദത്ത് എടുത്താലും അതിന്റെ ഫലം കാണൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഭാവം നമ്മൾ നന്നാക്കണം, അതാണ് തഖ്വ.